നവംബർ 17 മുതൽ 2024 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരതനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് മൂവാറ്റുപുഴ ഏനാനല്ലൂർ പുത്തില്ലത്തുമന ബ്രഹ്മശ്രീ PN മഹേഷ് നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. നമസ്കാരം, സ്വാമി ശരണം. പാറമേക്കാവ് ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ടിരിക്കുമ്പോഴാണ് 2023-24 കാലഘട്ടത്തിൽ ശബരിമല മേൽശാന്തിയായിട്ട് എനിക്ക് നിയമനം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ജന്മസുഹൃതമായിട്ട് ആരും വിശേഷിച്ച് പൂജാരംഗത്തുള്ള എല്ലാവരും മോഹിക്കുന്ന അത്യുന്നതമായ ഒരു പദവി, ഭഗവാന്റെ ദാസനായിട്ട്, കലിയുഗവരതൻ്റെ ശ്രീധർമ്മശാസ്താവിൻ്റെ ദാസനായിട്ട് ഒരു വർഷക്കാലം ഭഗവാനോടൊത്ത് പുരാണങ്ങളിലെല്ലാം പറയുന്നത് പോലെ ഭാഗവതത്തിലെല്ലാം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം, പൂർണ്ണബ്രഹ്മമായ ഗുരുവായൂരപ്പനെ കൂട്ടുകാരനെ പോലെ ഗോപന്മാർക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചു, ഒരു കളിക്കൂട്ടുകാരനെ പോലെ ഭഗവാനെ എന്ന് പറഞ്ഞതുപോലെ 365 ദിവസം ഭഗവാനോടൊത്ത് അവിടെ തന്നെ ആ സന്നിധിയിൽ തന്നെ കഴിയുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ യാതൊരു കേമത്വമല്ല, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, പരദേവതാ പ്രസാദം. വിശേഷിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാറമേക്കാവിലമ്മയുടെ അവിടെ മേൽശാന്തിയായിട്ടിരിക്കുമ്പോഴാണ് ശബരിമലയിൽ മേൽശാന്തിയായിട്ട് നിയമനം ലഭിക്കുന്നത്. ഞാനിവിടെ വന്ന് 5-8 മാസം കഴിഞ്ഞപ്പോഴാണ് ശബരിമലയിലെ ആ വർഷത്തെ അപേക്ഷ വരികയും അപേക്ഷിക്കുകയും ഈ ഭഗവതിയുടെയും പൂർണ്ണ അനുഗ്രഹം കൊണ്ട് ആ വർഷത്തിൽ ശബരിമല മേൽശാന്തിയായിട്ട് നിയമനം ലഭിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസങ്ങൾ ശബരിമല ക്ഷേത്രത്തിന് എല്ലാവർക്കും അറിയുന്നത് പോലെ അവിടെയും താന്ത്രിക സമ്പ്രദായത്തിൽ തന്നെ എങ്കിലും ഭഗവാൻ കലിയുഗവരതൻ അല്ലെങ്കിൽ കലിയുഗത്തിൻ്റെ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് പോലെ എന്നല്ല, പ്രത്യക്ഷത്തിൽ നമ്മൾ ഓരോരോ അനുഭവങ്ങളിലും നേരിട്ട് കാണുന്ന ഒരു സങ്കേതം എന്നുകൂടി പറയേണ്ടി വരും. വിശേഷിച്ച് മറ്റൊന്നുമല്ല, ഇപ്പോൾ താന്ത്രിക സമ്പ്രദായത്തിൽ എല്ലാവർക്കും അറിയുന്ന പോലെ അവിടെ ഒരു സമ്പ്രദായം ഉണ്ടാവും. 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് നട തുറക്കുക, ഇന്ന നിവേദ്യങ്ങൾ, അഭിഷേകങ്ങൾ, പൂജാസമയം, അങ്ങനെ നട അടയ്ക്കുന്നതിന് ഒരു സമയം, ഇതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. വാസ്തവത്തിൽ ശബരിമലയിലും അതുപോലെ താന്ത്രിക സമ്പ്രദായമാണെങ്കിലും ഭക്തജനത്തിന് ഇത്രയധികം വാത്സല്യം, അനുഗ്രഹം വാരിക്കൊരിയുന്ന ഒരു ദേവൻ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയം. അങ്ങനെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുകയാണ്. പറയുന്നത് മറ്റൊന്നുമല്ല, അവിടെ ഇപ്പോൾ രാവിലെ 4 മണിക്ക് തുറന്നിപ്പോൾ മണ്ഡല കാലമാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ 3:50 അങ്ങനെയൊക്കെ അതിൻ്റെ സമയക്രമങ്ങൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും. എന്നുവെച്ചാൽ നിറയെ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നു ദർശനത്തിനായിട്ട് എന്ന് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ സമയവ്യവസ്ഥകളെല്ലാം ലംഘിക്കേണ്ടി വരികയാണ്. ഭഗവാൻ വാസ്തവത്തിൽ എത്ര ആളുകളുണ്ടോ അവരെയെല്ലാം അനുഗ്രഹിക്കുന്നതിനായിട്ട് 24 മണിക്കൂർ എന്നല്ല, ഇനി അതിൽ കൂടുതൽ സമയം വേണമെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് ഒരു കാരുണ്യമൂർത്തിയായിട്ട് ശബരിമലയിൽ അയ്യപ്പസ്വാമിയായിട്ട് കുടികൊള്ളുന്ന ഒരു ദേവൻ്റെ കൂടെ ഒരു വർഷക്കാലം ജന്മസുഹൃതമെന്നോ അല്ലെങ്കിൽ ഇനി എന്താ പറയുക എന്നറിയില്ല, അത്രയ്ക്ക് ഒരു മഹത്വമായ സ്ഥാനത്ത് തീർച്ചയായിട്ടും എത്തിച്ചേരുവാൻ സാധിച്ചത് ഈ പറഞ്ഞതുപോലെ ഈ ദേവതകളുടെ എല്ലാം പൂർണ്ണാനുഗ്രഹം, അതുപോലെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവിടെ ഇനിയുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, നാട്ടിൻപുറത്തും ഇതുപോലെ ശാസ്താവിൻ്റെ അമ്പലങ്ങൾ, അയ്യപ്പസ്വാമിയുടെ അനവധി അമ്പലങ്ങൾ, അകത്തും പുറത്തുമായിട്ട് അനവധി അമ്പലങ്ങൾ. പക്ഷെ അവിടെ ചില വ്യത്യാസങ്ങൾ, അനുഭവങ്ങൾ നേരിട്ട് അതുപോലെ അവിടെ ഈ പറഞ്ഞതുപോലെ മാസപൂജയ്ക്ക് അല്ലെങ്കിൽ മണ്ഡല സീസൺ ഓരോരോ ഘട്ടം കഴിഞ്ഞ് നട അടയ്ക്കുമ്പോൾ ഭഗവാനെ പ്രത്യേകം തയ്യാറാക്കിയ വിഭൂതിയിൽ മൂടി അങ്ങനെ ഹരിവരാസനം പാടി നടയടച്ച് അങ്ങനെയാണ് പോരുന്നത്. അതെല്ലാവരും കണ്ടിരിക്കുന്നതാണ്, പലർക്കും അറിയുന്ന വിഷയമാണ്. അപ്പോൾ അത് ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗനിദ്രയിൽ, യോഗസമാധിയിൽ ആ ഭഗവാൻ പിന്നീടുള്ള നട തുറക്കുന്നവരെയുള്ള സമയം അങ്ങനെ യോഗസമാധിയിലിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ഭഗവാൻ തപസ് ചെയ്ത് ലോകർക്ക് മുഴുവൻ അനുഗ്രഹത്തിനായിട്ട് വീണ്ടും സമാധി അവസ്ഥയിൽ ഇരിക്കണു എന്നർത്ഥം. നട തുറക്കുന്ന സമയത്ത് വിശേഷിച്ച് തൻ്റെ പൂർണ്ണാനുഗ്രഹങ്ങൾ നേരിട്ട് ആ ദേവൻ തരികയാണ്. അതാണ് ആ നട തുറന്ന ദിവസം നമ്മൾ ബദരീനാഥിലൊക്കെ
അനുഭവിക്കുന്നത് പോലെ നട തുറക്കുന്ന 6 മാസക്കാലം കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് നട തുറക്കുന്ന, വിശേഷിച്ച് ഇപ്പോൾ സംക്രാന്തി ദിവസം 1-ാം തീയതിയുടെ തലേ ദിവസം വൈകുന്നേരം നട തുറക്കുന്ന ദിവസം വേറെ വിശേഷാലായിട്ട് യാതൊരു പൂജകളും അവിടെ ഇല്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഇത് പറയുന്നത് മാത്രം. അവിടെ ആ സമയത്ത് ആ ദേവനെ മൂടിയിരിക്കുന്ന വിഭൂതി, 1 മാസക്കാലം ആ ഭഗവാന്റെ തിരുമേനിയിൽ ഉണ്ടായിരുന്ന ആ വിഭൂതി പ്രസാദമായിട്ട് അവിടെ വരുന്നവർക്ക് മുഴുവൻ കൊടുക്കുകയാണ്. അത് മാത്രമാണ് അന്നത്തെ ചടങ്ങ്. പിന്നെ അത് രാത്രി ആ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് ഹരിവരാസനം പാടി അടയ്ക്കുക എന്നുള്ളതാണെന്ന്. അപ്പോൾ ആ ഭഗവാൻ ആ 1 മാസക്കാലത്തെ ആ യോഗസമാധിയിലിരുന്ന ഭഗവാൻ പെട്ടെന്ന് ഉണർന്ന് ആദ്യേ ഈ ഭക്തജനങ്ങളെ പൂർണ്ണാനുഗ്രഹം തരുന്നതിനായിട്ട് ഈ നട തുറന്ന അവസ്ഥയിൽ വീണ്ടും അങ്ങനെ 5 ദിവസം വീണ്ടും അത് നേരിട്ട് ദർശനം തരികയാണ് ഭഗവാൻ. ആ ദിവസം, ഈ തുറക്കണ ദിവസം ഈ പറഞ്ഞതുപോലെ ഈ പ്രസാദം ഭഗവാന്റെ ആ തിരുമേനിയിൽ അണിഞ്ഞിരിക്കുന്ന ആ വിഭൂതി എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കും. ഇത് വളരെ ഒരു നമുക്ക് എന്താ പറയുക, ഈ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസം. അതുകൂടാണ്ട് അനുഭവത്തിൽ ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ ഒരനുഭവം ആകുന്ന ഒന്നുകൂടിയാണിത്. അത് തന്നെയല്ല, ഈ വിഭൂതിക്ക് ഇപ്പോൾ വളരെയധികം ആളുകൾ ഇപ്പോൾ അത് അനുഭവിച്ച ആളുകൾ അനവധിയാണ്. അവർ വന്ന് പറയാറുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ ഈ അസുഖങ്ങൾ, കുട്ടികളല്ല ഇപ്പോൾ ആബാലവൃദ്ധം ജനങ്ങളും പറയാം, അസുഖങ്ങൾ ഇതൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഈ വിഭൂതി ധരിക്കുക അല്ലെങ്കിൽ ഉള്ളിൽ ലേശം സേവിച്ച് അങ്ങനെ ഈ അസുഖങ്ങൾ കുറഞ്ഞവർ, മാറിയവർ, അതുപോലെ മിണ്ടാത്ത ആളുകൾ. അത് ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു അനുഭവമുണ്ട്. അതിന് മുമ്പ് മാളികപ്പുറത്ത് വന്ന് നിന്നിരുന്ന ആൾക്ക് ഈ പറഞ്ഞ പോലെ സ്ത്രീയുടെ ശബ്ദമാണ്. ഇപ്പോൾ ചിലർക്ക് അങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പോൾ പുരുഷനായിട്ടാണെങ്കിലും സ്ത്രീയുടെ ശബ്ദം അങ്ങനെ. അപ്പോൾ അത് ഇയാൾക്ക് അങ്ങനെ ഈ സ്ത്രീയുടെ ശബ്ദം അത് കഴിഞ്ഞ് ഇങ്ങനെ അവിടെ പലരെയും ഡോക്ടർമാരുടെ അടുത്ത് പല ചികിത്സകൾ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആരോ പറഞ്ഞ് താൻ ഒരു കാര്യം ചെയ്യുക, ഒരു മണ്ഡലക്കാലം ശബരിമലയിൽ എന്തെങ്കിലും സേവനമായിട്ട് അവിടെ കൂടുക, ഭഗവാനെ വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് ഒരു വർഷക്കാലം സേവനം ചെയ്യുക എന്ന് പറഞ്ഞ് അത് നിശ്ചയിച്ച് അയാൾ വന്ന് അങ്ങനെ അവിടെ മാളികപ്പുറത്ത് ആ മണിമണ്ഡപത്തിൽ ശബരിമലയിൽ അങ്ങനെ അവിടെയെല്ലാം ദേവന് സേവനമായിട്ട് അങ്ങനെ കൂടി. എന്നിട്ട് പറയണു, ഈ ഒരു മണ്ഡലക്കാലം കഴിഞ്ഞ് ആ വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഈ പറഞ്ഞ പോലെ പുരുഷൻ്റെ അതേപോലെ അങ്ങോട്ട് എന്താ പറയുക പരുക്കനായിട്ടുള്ള സൗണ്ട് എന്ന് പറയാൻ വയ്യ, എങ്കിലും വളരെ വ്യത്യാസമായിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ശരിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പുരുഷൻ്റെ ശബ്ദമായിട്ട് അങ്ങനെ മാറി. ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഭൗതികമായ ചില അനുഗ്രഹങ്ങളാണ് ഭഗവാന്റെ. ആധ്യാത്മികമായ തലത്തിൽ വേറെ അനവധി അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. അതുകൂടാണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത കാനനത്തിൻ്റെ മധ്യത്തിൽ, കാനനത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെടികൾ, ചെറിയ കാട്, അത് കഴിഞ്ഞ് വനങ്ങൾ, ഘോരവനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശാലമായിട്ട് ഹെക്ടർ കണക്കിന് കിടക്കുന്ന സ്ഥലത്തിൻ്റെ നടുവിൽ ഈ ക്ഷേത്രം എന്നുള്ളതും ഈ പറഞ്ഞതുപോലെ വന്യമൃഗങ്ങൾ എല്ലാത്തിൻ്റെയും സങ്കേതമാണ്. അപ്പോൾ ആ മൃഗീയ വാസനകളെ എല്ലാം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കി ധർമ്മത്തെ രക്ഷിക്കുന്നതിനായിട്ട് ഗീതയിലെല്ലാം ഭഗവാൻ പറയുന്നത് പോലെ, അതുപോലെ തന്നെയാണ് അയ്യപ്പസ്വാമി, അതുപോലെ തന്നെ ശ്രീധർമ്മശാസ്താവ്, ധർമ്മത്തെ ശാസിച്ച് നടപ്പാക്കുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മം അങ്ങനെ പെരുകുന്ന സമയത്ത്, അധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൃഗീയ വാസനകൾ. അപ്പോൾ അതാണ് ഇത്ര ഘോരവനത്തിൽ ഇതുപോലുള്ള ഈ സിംഹം തുടങ്ങിയ അല്ലെങ്കിൽ പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ നടുവിൽ അവരെ എല്ലാം മെരുക്കി തൻ്റെ നിയന്ത്രണത്തിലാക്കി, അതുപോലെ തന്നെ മാനുഷികമായ നമ്മുടെ ഹൃദയത്തിലുള്ള ഇതുപോലുള്ള മൃഗീയ വാസനകളെയെല്ലാം ഇല്ലാതാക്കി ഒരു മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് നേരിട്ട് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്ന ഒരു മൂർത്തി കൂടിയാണ്, യാതൊരു സംശയവുമില്ല, ശബരിമലയിൽ കുടികൊള്ളുന്ന ശ്രീധർമ്മശാസ്താവ് എന്ന് പറയേണ്ടി വരും നമുക്ക്. അതിനായിട്ട് തയ്യാറാക്കിയിരിക്കണ ആ ക്രമങ്ങൾ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 41 ദിവസത്തെ വ്രതമെടുത്ത്, അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ, മറ്റു കാര്യങ്ങൾ, അതുപോലെ രാവിലെ എണീറ്റ് കുളി, മറ്റ് കാര്യങ്ങൾ, ക്ഷേത്ര ദർശനം, ശരണം വിളികൾ, ഇതൊക്കെ ആയിട്ട് അങ്ങനെ 41 വേണ്ട, ഒരു 11 ദിവസം കഴിഞ്ഞാൽ തന്നെ ആ മനുഷ്യന് എല്ലാ തലത്തിലും ആധ്യാത്മികമായും ഭൗതികമായും എല്ലാം ഒരു മാറ്റം നേരിട്ട് അനുഭവപ്പെടുകയാണ്. വാസ്തവത്തിൽ ഇതാണ് ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അല്ലാണ്ട് ഈ അഹങ്കാരങ്ങൾ അല്ലെങ്കിൽ ദുഷിച്ച വാസനകൾ, ദുഷ്ടലാക്കൂടെയുള്ള പ്രവർത്തനങ്ങൾ ഇതല്ല. സന്മാർഗമായ സാത്വികമായ ഈശ്വരീയ ഭാവങ്ങളെയാണ് നമ്മളിൽ നിറയ്ക്കേണ്ടത് എന്നതിനെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള ശബരിമല ദർശനം അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള ദേവതാ സങ്കല്പത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഒരു വർഷക്കാലം പ്രപഞ്ചം മുഴുവൻ ഉറ്റുനോക്കുന്ന
ഒരു സങ്കേതം. ഈ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളം മാത്രമല്ല, ഭാരതത്തിലല്ല, അതിന് വെളിയിലേക്കും അനവധി ആളുകൾ, ഭക്തരായിട്ട് ആളുകൾ വന്ന് ദർശനം നടത്തുന്ന ഒരു സങ്കേതം. അതുപോലെ ദേവൻ പ്രത്യക്ഷത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗോപന്മാർക്ക് ഭഗവാൻ ഒരു സുഹൃത്തായിട്ട് കൂടെ ഓടി നടക്കണു, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നു എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിൽ ഇരുന്നു കൊണ്ട് കലിയുഗത്തിൻ്റെ കൺകണ്ട ദൈവം അല്ലെങ്കിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ധർമ്മത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി അധർമ്മമായ പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നതിന്, ശാസിച്ച് നടപ്പാക്കുന്നതിന് ധർമ്മശാസ്താവായിട്ട് ശബരിമലയിൽ കുടികൊള്ളുന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു വർഷക്കാലം ഇതുപോലെ ഇത്ര മഹത്തായ ഒരു പീഠത്തിൽ ആ ശബരീശൻ്റെ പാദസേവ ചെയ്യുവാൻ ഒരു വർഷക്കാലം സാധിച്ചു എന്നത് യാതൊരു സംശയവുമില്ല. ഗുരുകാരണവന്മാരുടെയും അവരുടെ എല്ലാം പൂർണ്ണാനുഗ്രഹമാണ്. നമ്മൾ അതിനൊരു നിമിത്തമാകണു എന്ന് മാത്രം. നാരായണീയം തുടങ്ങുമ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞതുപോലെ ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ, ദുർലഭമായ ഭഗവാൻ എന്ന സങ്കല്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനായിട്ട് കുടികൊള്ളുമ്പോൾ നിങ്ങൾ വേറെ ഒരിടത്തേക്ക് ഓടണം എന്തിനാന്ന് മേൽപ്പത്തൂർ നാരായണീയം തുടങ്ങുന്ന ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ശബരിമലയിൽ പ്രത്യക്ഷാനുഭവങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഒരു മൂർത്തി ശ്രീധർമ്മശാസ്താവായിട്ട് അയ്യപ്പസ്വാമിയായിട്ട് കുടികൊള്ളുമ്പോൾ നമ്മളും തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കുന്ന ഒരു ജന്മസുഹൃതം അല്ലെങ്കിൽ പൂർവികരുടെ അനുഗ്രഹം കൊണ്ട്, അവരുടെ അനുഗ്രഹവിശേഷവും അതുപോലെ പരദേവത തുടങ്ങിയ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു മഹാസൗഭാഗ്യമാണ്. ഇത് വേണ്ടവണ്ണം വിനിയോഗിക്കുക. കാരണം ഒരു മനുഷ്യജന്മം ലഭിക്കുക എന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ പല ജന്മങ്ങൾ കഴിഞ്ഞ് ആചാര്യസ്വാമികൾ പറയുന്നത് പോലെ പുനരഭിജനനം പുനരഭിമരണം, ഇങ്ങനെ ഇതിൻ്റെ ഒരു സർക്കിളായിട്ട് ഇതിങ്ങനെ പോയാൽ പോരാ. മനുഷ്യജന്മം ലഭിച്ചാൽ വിവേകബുദ്ധിയായിട്ടുള്ള മനുഷ്യൻ ചിന്തിച്ച് ഈശ്വര സാക്ഷാത്കാരം എന്നതാണ് നേടേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കലിയുഗദേവനായിട്ട് ശബരിമലയിൽ കുടികൊള്ളുകൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരം വേണ്ടവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലകാലത്ത് തന്നെയെന്നല്ല, ഇപ്പോൾ മാസപൂജയ്ക്കായിട്ടും അങ്ങനെ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനം, ശബരിമല ദർശനം നടത്തി അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും നമ്മളിലേക്ക് ഉൾക്കൊള്ളേണ്ടത് എല്ലാം നമ്മളിൽ ഉൾക്കൊള്ളുന്നതിന് ഇത് പ്രത്യേകം സഹായിക്കും എന്നുള്ളതിനും സംശയമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജന്മസുഹൃതം, ഭക്തന്മാർക്കെല്ലാം വിശേഷിച്ച് നമുക്ക് ഈ കലിയുഗത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ജന്മസുഹൃതമാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടുത്തെ ഇപ്പോൾ 18-ാം പടി നമ്മൾ കയറി ചെന്ന് ആദ്യം ഭഗവാനെ തൊഴുത് കഴിഞ്ഞ് കാണുന്നത് തന്നെ തത്വമസി, നമ്മളിലുള്ള ഈ ആത്മചൈതന്യം, അതിൻ്റെ സങ്കല്പം തന്നെയാണ് ഇരുമുടിയിൽ നമ്മൾ ഈ മുദ്ര നിറച്ച് കൊണ്ടുപോകുന്നത്. അതിൻ്റെ നെയ്യ് എന്ന് പറയുന്നത് നമ്മളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യമാണ്. എല്ലാവരിലും ഉണ്ട്. നമ്പൂരിയായാലും നായരായാലും അതൊന്നും വ്യത്യാസമല്ല. മനുഷ്യരിൽ നിന്നല്ല, എല്ലാ സർവചരാചരങ്ങളിലും ആ ഈശ്വരീയാംശം കുടികൊള്ളുന്നുണ്ട്. അതിനെ വേണ്ടവണ്ണം പുറത്തേക്ക് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള വഴികളാണ് ക്ഷേത്രങ്ങൾ, അതുപോലുള്ള സത്സംഗങ്ങൾ, ഇതെല്ലാം. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് ഇതുപോലുള്ള ആത്മചൈതന്യത്തിൻ്റെ പ്രതീകമായ നെയ്യ് ഭഗവാനിൽ അർപ്പിക്കുകയാണ്, അഭിഷേകത്തിനായിട്ട് കൊടുക്കുന്നു. ആ നാളികേരം ചിരട്ടയെല്ലാം ആഴിയിൽ കത്തിക്കാനായിട്ടും. അപ്പോൾ ഈ ശരീരം വാസ്തവത്തിലെ ഒരു ഉപാധിയാണ്. നമുക്കിങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം എന്നതിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതാണ് പരമമായ ലക്ഷ്യം എന്ന് കാണിച്ചു തന്നതാണ് വാസ്തവത്തിൽ ശബരിമല യാത്ര. അതിനുവേണ്ടിയുള്ള വ്രതങ്ങളും മറ്റു കാര്യങ്ങളും നോക്കി ആ ദേവനെ സാക്ഷാത്കരിക്കുന്നു, നമ്മളിലുള്ള ആ ദേവനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഒരു ചുരുക്കത്തിലുള്ള അതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യങ്ങളും എല്ലാം. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഈ കലിയുഗത്തിൽ ഇങ്ങനെ പ്രത്യക്ഷമൂർത്തിയായിട്ട് ശബരിമലയിൽ ആ ദേവൻ കുടികൊള്ളുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ട കാര്യത്തെ നേടിയെടുക്കുക തന്നെ വേണം. അത് നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ അങ്ങനെ ഇത്ര സുലഭമായിട്ട് മേൽപ്പത്തൂർ പറഞ്ഞതുപോലെ ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യക്ഷമൂർത്തിയായിട്ട് ഗുരുവായൂരപ്പൻ കുടികൊള്ളുന്നു. അപ്പം ഇനി വേറെ എവിടെയാണ് ഇനി ഈശ്വരൻ ഇരിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് അല്ലയോ അല്ല വേണ്ടത്. നമ്മുടെ കൈവെള്ളയിൽ ഒരു സാധനം ഇരുന്ന് കഴിഞ്ഞാൽ വേറൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക് അടുത്ത് നമ്മളോടുകൂടെ ശബരിമലയിൽ കുടികൊള്ളുന്ന ആ ദേവനെ സാക്ഷാത്കരിച്ച് മനുഷ്യജന്മം പ്രയോജനപ്പെടുത്തണം എന്ന് ആവർത്തിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഋഷീശ്വരന്മാരായ ആളുകളെല്ലാം. അതുപോലെ തന്നെ അപ്പോൾ നമുക്കും വേണ്ടതാണ് മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ആ അമ്മയുടെ അനുഗ്രഹം. അഷ്ടൈശ്വര്യവരദായിനിയായിട്ട് അമ്മ മാളികപ്പുറത്ത് കുടികൊള്ളുന്നു. തീർച്ചയായിട്ടും
ഈ സൗന്ദര്യകലയെല്ലാം തുടങ്ങുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ പോലെ ശിവശക്തിയായുക്തോ യതി ഭവതി, ശക്തിയോട് കൂടിയ ശിവൻ ശക്തനാണ്, അല്ലെ സ്വതേ ശക്തനാണ്, ഒന്നുകൂടി പ്രഭാവമേറും ശക്തിയോട് കൂടിയ പാർവതി ദേവിയോട് കൂടിയ ശിവൻ ശക്തനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ക്ഷേത്ര സങ്കല്പത്തിലെല്ലാം പീഠം എന്ന് പറയുന്നത് ശക്തി, ബിംബം അല്ലെങ്കിൽ ലിംഗം എന്നുള്ളത് പുരുഷൻ. അപ്പോൾ പുരുഷ പ്രകൃതി ഓടുകൂടിയുള്ള അനുഗ്രഹമാണ് വിശേഷമായിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മാളികപ്പുറത്ത് അമ്മ അഷ്ടൈശ്വര്യവരദായിനിയായിട്ട് പൂർണ്ണാനുഗ്രഹം നൽകി വരുന്ന ഭക്തർക്കെല്ലാം അനുഗ്രഹം നൽകുന്നു അടുത്തിരുന്ന് തന്നെ. അതുപോലെ അയ്യപ്പസ്വാമി ധർമ്മത്തെ ശാസിച്ച് നടപ്പാക്കുവാനായിട്ട് അങ്ങനെ ഒരു കാരുണ്യമൂർത്തിയായിട്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ ശബരിമലയിൽ കുടികൊള്ളുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യജന്മം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ആവർത്തിച്ച് അവർ ഓർമ്മിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും, ഭക്തജനങ്ങൾക്ക് വിശേഷിച്ചും നമുക്ക് ഓരോരുത്തർക്കും ആ ഭഗവാന്റെ പൂർണ്ണാനുഗ്രഹം ഉണ്ടാവട്ടെ, അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ.